സിനിമാ ഹാളിൽ സിനിമ കാണാൻ പോകുമ്പോൾ സിനിമ തുടങ്ങുന്നതിന് മുൻപായിട്ട് ഒരു അഡ്വർടൈസ്മെൻ്റ് ഉണ്ട്. അത് പുകയിലയുടെ ദൂഷ്യവശങ്ങളെ കുറിച്ച് പ്രതിപാദിക്കുന്ന ഒരു പരസ്യമാണ്. അത് ഗവൺമെൻറ് തന്നെ നൽകുന്ന പരസ്യമാണ്. ആ പരസ്യത്തിലെ ആദ്യ വാചകം ഞാൻ വളരെയധികം ശ്രദ്ധിച്ചിട്ടുള്ളതാണ്. അത് ഒരു പ്രത്യേക ശബ്ദത്തിലാണ് ഞാൻ കേട്ടിട്ടുള്ളത്. ആരാണ് സന്തോഷം ആഗ്രഹിക്കാത്തത്? എൻ്റെ ശബ്ദം ആ ശബ്ദമായിട്ട് ഒത്തുപോകുന്നുണ്ടോ എന്നെനിക്കറിയില്ല. എങ്കിലും എല്ലാവരും ആത്യന്തികമായി ആഗ്രഹിക്കുന്നത് സന്തോഷമാണ്. എല്ലാ ജീവികളും, മനുഷ്യനടക്കമുള്ള എല്ലാ ജീവികളും ആത്യന്തികമായി ആഗ്രഹിക്കുന്നത് സന്തോഷമാണ്. നമ്മുടെ എല്ലാ പ്രവൃത്തികളും ചിന്തകളും എല്ലാം ഉന്നമിക്കുന്നത് സന്തോഷം എന്ന ലക്ഷ്യത്തിലേക്കാണ്. ഇന്നത്തെ പ്രത്യേകത നിങ്ങൾക്ക് അറിയാമെന്ന് വിചാരിക്കുന്നു. ഇന്ന് മാർച്ച് 20, 2025 അന്താരാഷ്ട്ര സന്തോഷ ദിനമാണ്. ഇൻ്റർനാഷണൽ ഹാപ്പിനെസ് ഡേ. ഐക്യരാഷ്ട്രസഭയുടെ ആഹ്വാനപ്രകാരം 2013 ഈ അന്താരാഷ്ട്ര സന്തോഷ ദിനം ആചരിക്കാൻ അല്ലെങ്കിൽ ആഘോഷിക്കാൻ തുടങ്ങുന്നത്. സന്തോഷം തേടാനുള്ള അവകാശം അടിസ്ഥാന മനുഷ്യാവകാശമായിട്ട് യുണൈറ്റഡ് നേഷൻസിൻ്റെ ജനറൽ കൗൺസിൽ അംഗീകരിച്ചിട്ടുണ്ട്. നമ്മളൊക്കെ പല പല കാര്യങ്ങൾ ചെയ്യുന്നവരാണ്, പല കാര്യങ്ങൾ ചിന്തിക്കുന്നവരാണ്, പലതും എഴുതുന്നവരാണ്, പലതും സംസാരിക്കുന്നവരാണ്. ഇതിലൊക്കെ ആത്യന്തികമായി നമ്മുടെ ഉദ്ദേശം നമുക്ക് സന്തോഷം കിട്ടുക എന്നുള്ളതാണ്. നമ്മൾ വളരെ ബുദ്ധിമുട്ടി ഒരു കാര്യം ചെയ്യുന്നു എന്ന് വിചാരിക്കുക. ആ സമയത്ത് നമുക്ക് സന്തോഷം കിട്ടുന്നുണ്ടാവില്ല. പക്ഷേ ആ പ്രവൃത്തി പൂർത്തിയാക്കി അതൊരു വിജയകരമായി പൂർത്തിയാക്കുമ്പോൾ വളരെയേറെ സന്തോഷം നമുക്ക് നൽകുന്നുണ്ട്. അതായത് ഇന്നത്തെ ബുദ്ധിമുട്ടുകൾ അല്ലെങ്കിൽ ഈ സമയത്തെ ബുദ്ധിമുട്ടുകൾ അടുത്ത സമയത്തെ സന്തോഷത്തിന് അല്ലെങ്കിൽ അടുത്ത ദിവസത്തെ അല്ലെങ്കിൽ അടുത്ത വർഷത്തെ, അതായത് ഭാവിയിലെ സന്തോഷത്തിന് ആണ് എന്ന് സാരം. അപ്പോൾ ഒരു ഡെഫേർഡ് ഹാപ്പിനെസ്സും അതിലുണ്ട്. പലപ്പോഴും നമ്മളത് ചിന്തിക്കാറില്ല. പല ആളുകളും ഇൻസ്റ്റൻറ്റ് ഹാപ്പിനെസ്സിന് വേണ്ടിയിട്ടാണ് പലരും പ്രവർത്തിക്കുന്നത്. അത് നമ്മുടെ ബ്രെയിനിൻ്റെ ഒരു പ്രത്യേകതയും കൂടിയാണ്. പക്ഷേ ഈ ഇൻസ്റ്റൻറ്റ് ഹാപ്പിനെസ്സിന് പ്രവർത്തിക്കുന്നത് കൊണ്ട് നമുക്ക് പല പല പ്രശ്നങ്ങളുണ്ടാകാറുമുണ്ട്. അതുകൊണ്ട് നമ്മുടെ ഇന്നത്തെ അല്ലെങ്കിൽ ഈ നിമിഷത്തെ സന്തോഷങ്ങൾ ത്യജിച്ചുകൊണ്ട് പലപ്പോഴും നമുക്ക് പ്രവർത്തിച്ചുകൊണ്ട് നാളത്തെ, മറ്റന്നാളത്തെ, അടുത്ത കൊല്ലത്തെ അല്ലെങ്കിൽ ഭാവിയിലെ സന്തോഷം നമുക്ക് പ്രാവർത്തികമാക്കേണ്ടതുണ്ട്. ഞാൻ ഇപ്പോൾ നിങ്ങളോട് ഒരു വീഡിയോ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇത് നിങ്ങളോട് സംസാരിക്കുന്നു ഞാൻ വീഡിയോയിൽ കൂടിയാണെന്ന് മാത്രം. അപ്പോൾ എനിക്കൊരു സന്തോഷം ലഭിക്കുന്നുണ്ട്. അങ്ങനെ ലഭിക്കുന്നില്ലെങ്കിൽ ഞാൻ ഈ പണി ചെയ്യില്ല. എന്നെ കേൾക്കുമ്പോൾ നിങ്ങൾക്കും സന്തോഷം ലഭിക്കുന്നുണ്ട് എന്നാണ് എൻ്റെ പ്രതീക്ഷ. അല്ലെങ്കിൽ നിങ്ങൾ എന്നെ കേൾക്കില്ല, നിങ്ങൾ ഓഫ് ചെയ്ത് പോവുള്ളൂ. ഇനി ആത്യന്തികമായിട്ട് ഭൗതികവാദികൾ, ഈശ്വരവിശ്വാസികൾ, പരലോകത്തിൽ വിശ്വസിക്കുന്നവരൊക്കെ ഈ ലോകത്തിലുണ്ട്. പരലോകത്തിൽ വിശ്വസിക്കാത്തവർ, ഭൗതികവാദികൾ, അവർ ഇഹലോകത്തിൽ സന്തോഷത്തിന് ഊന്നൽ കൊടുക്കുന്നു. എന്നാൽ ആത്മീയവാദികൾ, പരലോകത്തിൽ വിശ്വസിക്കുന്നവർ, അവർ പരലോകത്തിലെ സന്തോഷത്തിനാണ് ഊന്നൽ കൊടുക്കുന്നത്. എന്തായാലും എല്ലാവരുടെയും ലക്ഷ്യം സന്തോഷം ലഭിക്കുക എന്ന് തന്നെയാണ്. ഐക്യരാഷ്ട്രസഭ മുതൽ വാർഡ് ഡിവിഷൻ സഭ വരെയുള്ള എല്ലാ സംഘടനകളും ഐക്യരാഷ്ട്രസഭയുടെ ആഗോള മനുഷ്യാവകാശ പ്രഖ്യാപനം, യുണൈറ്റഡ് നേഷൻസ് ഡിക്ലറേഷൻ ഓഫ് ഹ്യൂമൻ റൈറ്റ്സ്, യൂണിവേഴ്സൽ ഡിക്ലറേഷൻ ഓഫ് ഹ്യൂമൻ റൈറ്റ്സ്, അതും ഒരു നിയമമാണ്. ആ നിയമം വരെയുള്ള എല്ലാ നിയമങ്ങളും, ട്രാഫിക് നിയമങ്ങൾ, എല്ലാ നിയമങ്ങളും മനുഷ്യൻ്റെ സന്തോഷത്തിനായിട്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. പലപ്പോഴും ഭൂരിപക്ഷത്തിൻ്റെ സന്തോഷത്തിന് വേണ്ടി വ്യക്തിപരമായ നമ്മുടെ ചില സന്തോഷങ്ങൾ നമ്മൾ ത്യജിക്കേണ്ടി വരാറുണ്ട്. രാഷ്ട്രത്തിൻ്റെ മൊത്തം
സന്തോഷത്തിന് വേണ്ടി, ലോകത്തിൻ്റെ മൊത്തം സന്തോഷത്തിന് വേണ്ടി, ഒരു സമൂഹത്തിൻ്റെ മൊത്തം സന്തോഷത്തിന് വേണ്ടി നമ്മുടെ വ്യക്തിപരമായ സുഖസൗകര്യങ്ങളും സന്തോഷങ്ങളും ഒക്കെ ത്യജിക്കേണ്ടി വരുന്നുണ്ട്. ഒരു സമൂഹത്തിൻ്റെ സ്ഥായിയായ സന്തോഷത്തിന്, സസ്റ്റൈനബിൾ ഹാപ്പിനെസ്സിന് അതിന് ഇത്തരം ത്യാഗങ്ങൾ ആവശ്യമായിട്ട് വരും. ത്യാഗങ്ങളില്ലാതെ ഒരു സമൂഹത്തിനും സന്തോഷമായിട്ട് മുന്നേറാൻ പറ്റില്ല. യാഥാർത്ഥ്യങ്ങൾ അംഗീകരിച്ചുകൊണ്ട് മുന്നേറുമ്പോഴാണ് നമുക്കൊരു സ്ഥായിയായ സന്തോഷമുണ്ടാകുന്നത്. The first principle for happiness is to accept the realities. എന്നാൽ എല്ലാ റിയാലിറ്റീസിനെയും നമ്മൾ അംഗീകരിക്കേണ്ടതില്ല. ചില റിയാലിറ്റീസ്, ദുരാചാരങ്ങൾ നമ്മുടെ സമൂഹത്തിൽ നിന്ന് മാറ്റേണ്ടതായിട്ടുണ്ട്. അത്തരം മാറ്റേണ്ടതായിട്ടുള്ള ദുരാചാരങ്ങളെ, യാഥാർത്ഥ്യങ്ങളെ മാറ്റാനും നമ്മളെക്കൊണ്ടാവുന്ന പരിശ്രമം നമ്മൾ നടത്തണം. ഇനി ഞാൻ നിങ്ങൾക്കൊരു ചൈനീസ് പഴഞ്ചൊല്ല് പറയാം. അതിൻ്റെ ഇംഗ്ലീഷും മലയാളമാണ്. എനിക്ക് ചൈനീസ് അറിയില്ല കേട്ടോ, അതുകൊണ്ടാണ്. ചൈനയിൽ ജനിച്ചെങ്ങനെ ബുദ്ധിമുട്ടി പോയാണ് ഞാൻ. ചൈനീസ് അറിയില്ല. ഇഫ് യു വോണ്ട് ഹാപ്പിനെസ് ഫോർ ആൻ അവർ ടേക്ക് എ നാപ്പ്. നിങ്ങൾക്ക് ഒരു മണിക്കൂർ നേരത്തെ സന്തോഷമാണ് വേണ്ടതെങ്കിൽ ചെറുതായിട്ടൊന്ന് ഉറങ്ങുക. ഇഫ് യു വോണ്ട് ഹാപ്പിനെസ് ഫോർ എ ഡേ, ഗോ ഫോർ എ പിക്നിക്. നിങ്ങൾക്ക് ഒരു ദിവസത്തെ സന്തോഷമാണ് വേണ്ടതെങ്കിൽ ഒരു പിക്നിക്ക് പോവുക. ഇഫ് യു വാണ്ട് ഹാപ്പിനെസ് ഫോർ എ വീക്ക്, ഗോ ഫോർ എ വെക്കേഷൻ. നിങ്ങൾക്ക് ഒരാഴ്ചത്തെ സന്തോഷമാണ് വേണ്ടതെങ്കിൽ ഒരാഴ്ച ലീവ് എടുക്കുക. എവിടെയെങ്കിലും ഊട്ടിയിലോ മൂന്നാറിലോ കൊടൈക്കനാലിലോ അല്ലെങ്കിൽ ഇന്ത്യക്ക് പുറത്തെവിടെയെങ്കിലും നല്ല സ്ഥലങ്ങളുണ്ട്. സ്വിറ്റ്സർലാൻഡോ ഒക്കെ ഞാൻ പോയിട്ടില്ല കേട്ടോ. ഞാൻ മൂന്നാറൊക്കെ പോയിട്ടുണ്ട്. അതുകൊണ്ട് ആദ്യം മൂന്നാർ ഒക്കെ വന്നത്. കൊടൈക്കനാലും ഊട്ടി അത്തരം സ്ഥലങ്ങൾ, ഇന്ത്യയിലുള്ള സ്ഥലങ്ങളിലൊക്കെ ഞാൻ കുറേ സ്ഥലങ്ങളിൽ ഞാൻ പോയിട്ടുണ്ട്. അപ്പോൾ അത്തരം സ്ഥലങ്ങളിൽ നമ്മളൊരു യാത്ര പോകുക. ഓരോരുത്തരുടെ കപ്പാസിറ്റി അനുസരിച്ച്, സാമ്പത്തിക കപ്പാസിറ്റി, ആരോഗ്യമൊക്കെ അനുസരിച്ച് ഒരു അവധിയെടുത്ത് യാത്ര പോവുക. അപ്പോൾ നമുക്കൊരാഴ്ചത്തെ സന്തോഷമായി. ഇഫ് യു വോണ്ട് ഹാപ്പിനെസ് ഫോർ എ മന്ത്, ഗെറ്റ് മാരീഡ്. നിങ്ങൾക്കൊരു മാസത്തെ സന്തോഷമാണ് വേണ്ടതെങ്കിൽ കല്യാണം കഴിക്കുക. അപ്പോൾ ഇപ്പോൾ കല്യാണം കഴിച്ചവർ ആ ഒരു അതിസാഹസത്തിന് മുതിരണ്ട. ഉള്ള സന്തോഷം പോയി കിട്ടും. ഇത് കല്യാണം കഴിക്കാത്തവരെ കുറിച്ചാണ് പറയുന്നത്. പക്ഷെ അവിടെ നിന്ന് ശ്രദ്ധിക്കുക, കല്യാണം കഴിച്ചാലും നമുക്ക് ആ ഒരു മാസത്തെ എക്സൈറ്റ്മെൻറ്റും ഒരു മാസത്താണ് സന്തോഷമാണ് കിട്ടുക എന്നാണ് പറയുന്നത് പലപ്പോഴും. പക്ഷേ അത് മുഴുവൻ യാഥാർത്ഥ്യമായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. പലപ്പോഴും ജീവിതകാലം മുഴുവൻ പങ്കാളിയോടുകൂടി നന്നായി ജീവിക്കുന്ന, സന്തോഷത്തോടു കൂടി ജീവിക്കുന്ന ധാരാളം പേര് ഇവിടെയുണ്ട്. ഇഫ് യു വോണ്ട് ലൈഫ് ലോങ് ഹാപ്പിനെസ്, ഇഫ് യു വോണ്ട് ഹാപ്പിനെസ് ഫോർ എ മന്ത്, ഗെറ്റ് മാരീഡ്. നേരത്തെ പറഞ്ഞു കഴിഞ്ഞു. പക്ഷേ ഇത് അവസാനം വരുന്നത് എന്തിലേക്കാണ്? ഇഫ് യു വോണ്ട് ലൈഫ് ലോങ് ഹാപ്പിനെസ്, ജീവിതകാലം മുഴുവൻ നിങ്ങൾക്ക് സന്തോഷമാണ് കിട്ടണമെങ്കിൽ ചെയ്യുന്ന തൊഴിൽ ആസ്വദിക്കാൻ പഠിക്കുക. Love what you do. Make the profession your passion, or vice versa. Make the passion your profession. ഈ വർഷത്തെ അന്താരാഷ്ട്ര സന്തോഷ ദിനത്തിൻ്റെ, ഇൻ്റർനാഷണൽ ഡേ ഓഫ് ഹാപ്പിനെസ്സിൻ്റെ തീം കെയറിങ് ആൻഡ് ഷെയറിങ് എന്നതാണ്. കരുതലും പങ്കുവയ്ക്കലും. എത്ര മനോഹരമായ ഒരു തീം ആണിത്. And this theme emphasizes the importance of compassion, social connection, and collective well-being. The theme highlights the power of kindness and generosity in creating a happier world, emphasizing the importance of caring for one another, fostering connections, and being part of a larger community. ഇനി സന്തോഷമുണ്ടാവണമെങ്കിൽ നമ്മുടെ സാമൂഹ്യ ബന്ധങ്ങളെ ശക്തിപ്പെടുത്തണം. പലരുടെയും ധാരണ ഒറ്റയ്ക്ക് സ്വന്തം കാര്യം മാത്രം അന്വേഷിച്ച് നടന്നാൽ സന്തോഷം ഉണ്ടാകും എന്നാണ്. പലർക്കും കിട്ടുന്ന അഡ്വൈസും അങ്ങനെ തന്നെയാണ്. പലപ്പോഴും ചെറുപ്പത്തിലേക്ക് നീ നിൻ്റെ കാര്യം അന്വേഷിച്ചാൽ മതി എന്നാണ് പലയിടത്തും കിട്ടുന്ന അഡ്വൈസ്. ആ അഡ്വൈസ് ശരിയല്ല. നമുക്ക് സന്തോഷം കിട്ടണമെങ്കിൽ നമ്മൾ മറ്റുള്ളവരുടെ സന്തോഷത്തിനും കൂടി
വേണ്ടി പ്രവർത്തിക്കുമ്പോഴാണ് നമുക്ക് സന്തോഷം കിട്ടുക. അതൊരു യാഥാർത്ഥ്യമാണ്. ഒറ്റയ്ക്ക് ആർക്കും സന്തോഷം അനുഭവിക്കാൻ പറ്റില്ല. കുടുംബ ബന്ധങ്ങളെ, സൗഹൃദങ്ങളെ, തൊഴിലിടങ്ങളിലെ ബന്ധങ്ങളെ, പ്രൊഫഷണൽ കണക്ഷൻസ്, വ്യക്തിബന്ധങ്ങളെ ഊഷ്മളമാക്കണം. ഏത് ബുദ്ധിമുട്ടുള്ള സാഹചര്യങ്ങളെയും അതിജീവിക്കാനുള്ള മാനസികവും ബുദ്ധിപരവുമായ ശക്തി, അതുപോലെ തന്നെ എമോഷണൽ, വൈകാരികമായ ശക്തി നമ്മൾ ഉണ്ടാക്കിയെടുക്കണം. അതൊന്നും ആരും നമുക്ക് വെറുതെ ഗിഫ്റ്റായിട്ട് തരില്ല. അതൊക്കെ ഉണ്ടാക്കി തന്നെ എടുക്കണം. നഷ്ടപ്പെട്ടതൊക്കെ തിരിച്ചു പിടിക്കാമെന്നുള്ള ആത്മവിശ്വാസം കൂടി നമ്മൾ ഉണ്ടാക്കിയെടുക്കണം. ജീവിതത്തിൻ്റെ വഴിയിൽ പലതും നമുക്ക് നഷ്ടപ്പെടും. നമുക്ക് വളരെ പ്രിയപ്പെട്ടത് നമുക്ക് നഷ്ടപ്പെടും. പല ബന്ധങ്ങളും നമുക്ക് നഷ്ടപ്പെടും. അങ്ങനെ നഷ്ടപ്പെടുമ്പോൾ അതിനെ ഓർത്ത് ദുഃഖിച്ചിരിക്കുകയല്ല വേണ്ടത്. നഷ്ടപ്പെട്ടതിനൊക്കെ തിരിച്ചു പിടിക്കാനുള്ള ഒരു ആത്മവിശ്വാസം നമ്മൾ നേടിയെടുക്കണം. സ്ഥിരമായിട്ടുള്ള സന്തോഷം നേടിയെടുക്കാൻ ഒരു ആറ്റിറ്റ്യൂഡ് ഓഫ് ഗ്രാറ്റിറ്റ്യൂഡ്, കൃതജ്ഞത വളർത്തിയെടുക്കുക. നമുക്ക് ഇതുവരെ കിട്ടിയിട്ടുള്ള എല്ലാ നല്ല കാര്യം, ധാരാളം ബ്ലെസ്സിങ്സ് നമുക്ക് കിട്ടിയിട്ടുണ്ടാവും. അതൊക്കെ വളർത്തിയെടുക്കുക. അതൊക്കെ അതിനെക്കുറിച്ചൊക്കെ നമുക്ക് നന്ദിയോടെ സ്മരിക്കുക. അതിലൂടെ നമുക്ക് ഒരു സ്ഥായിയായ സന്തോഷം ഉണ്ടാകും. പതിവായിട്ട് വ്യായാമത്തിൽ ഏർപ്പെടുക. ഫിസിക്കൽ ആക്ടിവിറ്റീസ് വേണം നമുക്ക്, അല്ലെങ്കിൽ നമ്മുടെ സന്തോഷം ഇല്ലാണ്ടാവും. ഇനി ഉറക്കമില്ലാതെ കുറേ പ്രവർത്തിച്ചുകൊണ്ട് നമുക്ക് സന്തോഷമുണ്ടാകുമെന്ന് ആരും വിചാരിക്കേണ്ട. ഉറക്കത്തിന് മുൻഗണന കൊടുക്കണം. മനസ്സമാധാനം വളരെ പ്രധാനമായൊരു കാര്യമാണ്. നമുക്ക് എത്ര ധനമുണ്ടായാലും കാര്യമില്ല, മനസ്സമാധാനം നമുക്ക് ഉണ്ടാക്കണം. അതിനുവേണ്ടി കുറച്ച് ധനം നഷ്ടപ്പെട്ടാലും കുഴപ്പമില്ല. അത് പരിശീലിച്ചെടുക്കണം. ഇനി വർത്തമാന നിമിഷത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക. ഇന്നലകളിൽ നിന്ന് പാഠങ്ങൾ ഉൾക്കൊള്ളാം. പക്ഷെ ഇന്നലകളിലെ ദുരന്തങ്ങളെ നമ്മൾ മറക്കാൻ ശ്രമിക്കുക. അതിലത്തെ പാഠങ്ങൾ മാത്രം ഓർക്കുക. ഈ ഒമർ ഖയ്യാമിൻ്റെ പ്രശസ്തമായൊരു കവിതയിലൊരു ഭാഗമാണ്. ഏതാണ് ആ കവിത എന്ന് എനിക്കറിയില്ല. ഡെഡ് യെസ്റ്റർഡേ, അൺബോൺ ടുമോറോ, വൈ ഫ്രെറ്റ് അബൌട്ട് ദോസ് ഇഫ് ടുഡേ ബി സ്വീറ്റ്. മരിച്ച ഇന്നലകൾ, ജനിക്കാനിരിക്കുന്ന നാളുകൾ ഇന്ന് സന്തോഷപ്രദമാണെങ്കിൽ എന്തിനെ അവയെക്കുറിച്ച് വ്യാകുലപ്പെടുന്നു. അത് നല്ല ശരിയായിട്ടുള്ളൊരു ഉപദേശം തന്നെയാണ് ഒമർ ഖയ്യാമിൻ്റെ. 3 കൊച്ചു കാര്യങ്ങളിലൂടെ നമുക്ക് സന്തോഷം നേടാം. 1, കീപ് കാം, ശാന്തമായിരിക്കുക. ധാരാളം കാര്യങ്ങൾ നമ്മുടെ നിയന്ത്രണത്തിലല്ല, അത് മനസ്സിലാക്കുക. അവയെല്ലാം അതിൻ്റെ വഴിക്ക് പോയിക്കോട്ടെ. നമുക്ക് നിയന്ത്രിക്കാൻ കഴിയുന്നവയെ മാത്രം നിയന്ത്രിക്കാൻ ശ്രമിക്കുക. നമുക്ക് മാറ്റാൻ കഴിയാത്തവയെ അംഗീകരിക്കാനുള്ള മനസ്ഥിതിക്കും മാറ്റാൻ കഴിയുന്നവയെ മാറ്റാനുള്ള ധൈര്യത്തിനും, ഇവ രണ്ടും തിരിച്ചറിയാനുള്ള അവബോധത്തിനും വേണ്ടിയാണ് നമ്മൾ പ്രാർത്ഥിക്കേണ്ടത്. ആ അവബോധമാണ് ഏറ്റവും വലിയ അവബോധം. ഇനി രണ്ടാമത്തെ, സ്റ്റേ വൈസ്, ജ്ഞാനിയായിരിക്കുക. ബുദ്ധിപരമായ തീരുമാനങ്ങൾ എടുക്കുക എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം. പലപ്പോഴും നമ്മുടെ സന്തോഷത്തിന് ഭംഗം വരുത്തുന്നത് അപക്വമായ തീരുമാനങ്ങളുടെ ഫലമാണ്. ഇമ്മച്വർ ഡിസിഷൻസ്, അതിലൂടെയാണ് പല ദുരന്തങ്ങളും നമുക്കുണ്ടാകുന്നത്. അപ്പോൾ ഒരു കാര്യം തീരുമാനമെടുക്കുന്നതിന് മുൻപ് സ്വയം നന്നായിട്ട് ആലോചിക്കുക. വിദഗ്ധരായ നമ്മുടെ സുഹൃത്തുക്കളോട് കൂടിയാലോചിക്കുക. അങ്ങനെ എടുക്കുന്ന തീരുമാനങ്ങളായിരിക്കും നമുക്ക് സന്തോഷം നൽകുക. അപ്പോൾ എന്താണ്? അനാവശ്യമായ ധൃതി ഒഴിവാക്കുക. അവോയ്ഡ് ഹറി, അൺനെസസറി ഹറി. ചില സമയങ്ങളിൽ നമുക്ക് വി ഹാവ് ടു ബി ഇൻ എ ഹറി. ഒരു ട്രെയിൻ പിടിക്കാൻ ചിലപ്പോൾ പെട്ടെന്ന് പോകേണ്ട വരും. അപ്പോൾ നമുക്ക് ആലോചിച്ചിരിക്കാൻ പറ്റില്ല. പക്ഷേ നമുക്ക് സമയം എടുത്ത് ചെയ്യേണ്ട കാര്യങ്ങൾ സമയം എടുത്ത് തന്നെ ചെയ്യുക. പെട്ടെന്ന് ചെയ്യേണ്ട കാര്യമില്ല. ഇനി മൂന്നാമത്തെ, ബി കൈൻഡ്, കരുണയുള്ളവനായിരിക്കുക. മറ്റുള്ളവർക്ക് ഉപകാരപ്രദമായി പ്രവൃത്തി ചെയ്യുമ്പോഴും ആവശ്യക്കാരനെ സഹായിക്കുമ്പോഴും സന്തോഷമുണ്ടാകുന്ന രാസപ്രവർത്തനങ്ങൾ നമ്മുടെ തലച്ചോറിൽ നടക്കുന്നു എന്നാണ് ഇതിനെക്കുറിച്ച് അറിവുള്ളവർ പറയുന്നത്. ഞാനതിൻ്റെ എക്സ്പേർട്ടല്ല. എന്നാൽ മറ്റുള്ളവരിൽ കുറ്റം ആരോപിക്കുമ്പോഴും അനാവശ്യമായി വിമർശിക്കുമ്പോഴും ഒരാളെ അസഭ്യം പറയുമ്പോഴും
ഓർക്കുക, നമ്മൾ നമ്മളെ തന്നെയാണ് നശിപ്പിക്കുന്നത്. ഫേസ്ബുക്കിലൊക്കെ ധാരാളം എഴുതുന്ന ആളാണ് ഞാൻ. പലപ്പോഴും എന്തെങ്കിലും എഴുതി ഒരാൾക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ അയാൾ അസഭ്യം എഴുതുക എന്നുള്ളതാണ് ചിലരുടെയൊക്കെ ഒരു നയം. എൻ്റെ നയം അത്തരക്കാരെ ഒഴിവാക്കുക എന്നുള്ളതാണ്. ഞാൻ തിരിച്ചു കുറേ അസഭ്യം എഴുതിയാൽ ഞാൻ മോശമാകുന്നു സമൂഹത്തിന് മുമ്പിൽ, എൻ്റെ മാനസികാവസ്ഥയും മോശമാകുന്നു എന്നുള്ളൂ, വേറൊന്നും സംഭവിക്കില്ല. ക്രിയാത്മകമായ വിമർശനവും അനീതിക്കെതിരായുള്ള പ്രതികരണവും വേണം നമുക്ക്. അതൊരു മനുഷ്യൻ എന്നുള്ള നിലയ്ക്ക് നമ്മുടെ ഉത്തരവാദിത്വമാണ്, അത് ചെയ്തിരിക്കണം. പക്ഷേ നമ്മുടെ കഴിവിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ. ഒരു അനീതി കണ്ടു, നമുക്ക് ഒട്ടും നിവൃത്തിയില്ലാത്ത കേസിൽ നമുക്ക് ഉടനെ തന്നെ അതിനെതിരായിട്ട് പ്രതികരിച്ചാൽ ചിലപ്പോൾ നമ്മുടെ ജീവൻ പോലും അപകടത്തിലാവുന്ന തരത്തിലായിരിക്കാം ചിലപ്പോൾ. അത്തരം കാര്യങ്ങളിൽ കുറച്ചും കൂടിയൊക്കെ പക്വത നമ്മൾ കാണിച്ചുകൊണ്ട് തന്നെയായിരിക്കണം അതിനെതിരെ പ്രതികരിക്കേണ്ടത്. ഇനി പ്രതികരിക്കുമ്പോൾ മാന്യമായും നല്ല ഭാഷയിലും പ്രതികരണം നടത്തുക. കാരണമില്ലാതെ നമ്മെ വിമർശിക്കുന്നവരെയും അസഭ്യം പറയുന്നവരെയും വെറുക്കാതെ തന്നെ ഒഴിവാക്കുക. അവർ വെറുത്ത് നമ്മുടെ മനസ്സ് കേടാക്കണ്ട, ഒഴിവാക്കുക. അത് നമ്മുടെ മാനസിക ആരോഗ്യത്തിന് നല്ലതാണ്. ഇനി അടുത്തൊരു കാര്യം പറയാനുള്ള, ഇപ്പോഴത്തെ അവസ്ഥയിൽ കണ്ടമാനം ലഹരി പദാർത്ഥങ്ങൾ നമ്മുടെ സമൂഹത്തിൽ വന്ന് ചേരുന്നുണ്ട്. ഇത് നമ്മുടെ തലമുറകളെ നശിപ്പിക്കുകയാണ്. ഞാൻ സെൻട്രൽ എക്സൈസ് ഡിപ്പാർട്ട്മെൻറ്റിൽ 35 കൊല്ലം ജോലിയെടുത്ത ആളാണ്. ലഹരിയുടെ ചില നാർക്കോട്ടിക്സ് കേസുകൾ പിടിച്ചിട്ടുണ്ട്. ഒരു 4-5 കേസുകൾ ഞാൻ പിടിച്ചിട്ടുണ്ട്, എൻ്റെ ടീം പിടിച്ചിട്ടുണ്ട്. അപ്പോഴൊക്കെ ഞാൻ ആലോചിക്കുന്ന അതിലൊക്കെ ഇൻവോൾവ് ആയിട്ടുള്ള ചെറുപ്പക്കാരാണ്. അവർ ഒരു നൈമിഷികമായി ലഭിക്കുന്ന ഒരു സന്തോഷം പോലെയുള്ളൊരു സംഗതി, സ്യൂഡോ പ്ലഷർ, അതിനു വേണ്ടി ഭാവി നശിപ്പിക്കുകയാണ് ചെയ്യുന്നത്. പദാർത്ഥ ലഹരികളിലൂടെ ലഭിക്കുന്ന മദ്യമടക്കമുള്ള പദാർത്ഥ ലഹരികളിലൂടെ ലഭിക്കുന്ന സന്തോഷം നൈമിഷികമാണ്, മൊമെൻ്ററി. അത് നമ്മുടെ നാശത്തിലേക്കുള്ള പാതയാണ് തുറക്കുന്നത്. മദ്യമടക്കമുള്ള എല്ലാ പദാർത്ഥ ലഹരികളും ഒഴിവാക്കുക. നമ്മുടെ പ്രശസ്ത സിനിമാ നടൻ മമ്മൂട്ടി പറഞ്ഞതുപോലെ, ജീവിതമാണ് എൻ്റെ ലഹരി. അദ്ദേഹം പറഞ്ഞാണത്. ഈ 73 കഴിഞ്ഞു എന്നാണ് എനിക്ക് തോന്നുന്നത്. 73 വയസ്സ് കഴിഞ്ഞിട്ടും അദ്ദേഹത്തിൻ്റെ സൗന്ദര്യവും ആരോഗ്യമൊക്കെ നിലനിർത്തുന്നത് അദ്ദേഹം ലഹരിയിലേക്കുള്ള പാത അടച്ചു വെച്ചിരിക്കുകയാണ്. അതുകൊണ്ട് ലഹരികളെ ഉപേക്ഷിക്കുക. അത് മദ്യമായാലും മയക്കുമരുന്നായാലും എന്തായാലും ഒരു തരം ലഹരി നമുക്ക് ജീവിതത്തെ ലഹരിയായിട്ട് എടുക്കുക. ജീവിതത്തിൽ നമുക്ക് ലഹരി തരുന്ന ധാരാളം കാര്യങ്ങളുണ്ട്. നൃത്തം ചെയ്യാം, നമുക്ക് പാട്ട് പാടാം, എഴുതാം, വായിക്കാം, പ്രസംഗിക്കാം, പഠിക്കാം. എൻഡോർഫിൻ, ഡോപ്പമിൻ, സെറട്ടോണിൻ, ഓക്സിറ്റോക്സിൻ എന്നീ 4 രാസവസ്തുക്കളുടെ തലച്ചോറിലേക്കുള്ള പ്രവർത്തനമാണ് നമുക്ക് സന്തോഷം നൽകുന്നത് എന്നാണ് ഈ മേഖലയിലെ വിദഗ്ധർ പറയുന്നത്. കായികാഭ്യാസങ്ങൾ, വിനോദങ്ങൾ, ചിരി, കൊച്ചു യാത്രകൾ, വലിയ യാത്രകൾ, ഇനി ഏറ്റെടുത്ത ടാസ്കുകൾ മുഴുമിക്കൽ എന്നിവയിലൂടെ എൻഡോർഫിൻ്റെ അളവ് കൂട്ടാം. ഇനി മറ്റുള്ളവരെ അംഗീകരിക്കുക. ഒരാൾ നല്ലൊരു കാര്യം ചെയ്താൽ അതിനെ അംഗീകരിച്ചു കൊടുക്കുക, അത് അയാളോട് പറയുക. സ്വയം അംഗീകരിക്കുക. ഞാനൊരു മിടുക്കനാണ്. നമ്മൾ തന്നെ അംഗീകരിച്ചില്ലെങ്കിൽ മറ്റുള്ളവരെങ്ങനെ അംഗീകരിക്കുക? കാലത്ത് എഴുന്നേറ്റ് കണ്ണാടിയുടെ മുമ്പിലോ എവിടെയെങ്കിലുമൊക്കെ നിന്നിട്ട് ഞാനൊരു സംഭവമാണ് എന്നൊന്ന് സ്വയം ചിന്തിക്കുക, അല്ലെങ്കിൽ പറയുക. ഉറക്കെ നമുക്കുണ്ടായ നേട്ടങ്ങളെക്കുറിച്ച് ചിന്തിക്കുക, അവയ്ക്ക് നന്ദിയുള്ളവനായിരിക്കുക. കോട്ടങ്ങളിൽ നിന്ന് പാഠങ്ങൾ ഉൾക്കൊള്ളുക, പിന്നീട് അവരെക്കുറിച്ച് ചിന്തിക്കേണ്ട. ഇനി ഗൗരവഭാവം കുറയ്ക്കുക, മറ്റുള്ളവരുമായിട്ടുള്ള താരതമ്യം ഒഴിവാക്കുക എന്നിവയിലൂടെ നമുക്ക് ഡോപ്പമിൻ്റെ അളവ് കൂട്ടാം. സന്തോഷത്തിൻ്റെ ഏറ്റവും വലിയ ശത്രു എന്ന് പറയുന്നത് മറ്റുള്ളവരുമായിട്ടുള്ള നമ്മുടെ താരതമ്യമാണ്. മറ്റുള്ളവരെ സഹായിക്കുക, ഉപാധികളില്ലാതെ ജീവിക്കുക, മറ്റുള്ളവർ നമ്മളെ എങ്ങനെ വിലയിരുത്തുമെന്ന് ചിന്തിക്കാതിരിക്കുക എന്നിവയിലൂടെ
സെറോട്ടോണിൻ്റെ അളവ് കൂട്ടാം. സ്പർശനം, ആലിംഗനം, അതായത് മറ്റുള്ളവരുമായിട്ടുള്ള ഫിസിക്കൽ കോണ്ടാക്റ്റ്, വ്യക്തികളുമായിട്ടുള്ള വിവിധ പ്രായക്കാരുമായിട്ടുള്ള കൂട്ടുകെട്ട്. ഇപ്പോൾ എനിക്കൊക്കെ 9 വയസ്സുള്ള എൻ്റെ പേരക്കുട്ടി മുതൽ 90 വയസ്സ് ഉള്ള എൻ്റെ എക്സസൈസ് ഗ്രൂപ്പുകൾ വരെയുള്ള ആളുകളുമായിട്ട് 9 to 90 ആണ് എൻ്റെ കൂട്ടുകെട്ട്. അത്തരം കൂട്ടുകെട്ടുകളിലൂടെ നമുക്ക് ഓക്സിറ്റോക്സിൻ്റെ അളവ് കൂട്ടാം. ചുരുക്കി പറഞ്ഞാൽ മറ്റുള്ളവർക്ക് വേണ്ടി കൂടി ജീവിക്കുമ്പോഴാണ് നാം സന്തോഷമുള്ളവരായ വ്യക്തികളായിട്ട് വരുന്നത്. നമുക്ക് സന്തോഷത്തോടെയും മറ്റുള്ളവർക്ക് സന്തോഷം നൽകിക്കൊണ്ടും ജീവിക്കാം. ബി ഹാപ്പി ആൻഡ് മേക്ക് അതേഴ്സ് ഹാപ്പി. എല്ലാവർക്കും എല്ലായ്പ്പോഴും സന്തോഷം ആശംസിക്കുന്നു. ഐ വിഷ് ഹാപ്പിനെസ് ഫോർ ഓൾ ഫോർ എവർ. ഹാപ്പി ഇൻ്റർനാഷണൽ ഹാപ്പിനെസ് ഡേ. താങ്ക് യു വെരി മച്ച്.